നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്നെ എനിക്ക് വേണ്ടടി. താലി കെട്ടുകയാണെങ്കിൽ അത് നിന്നെ മാത്രമാണെന്ന് പറഞ്ഞേ ഞാൻ നിന്റെ പിന്നാലെ നടന്നത്. നിന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടല്ലെന്ന് നിനക്കറിയല്ലോ. എന്റെ അച്ഛന്റെ മരണത്തിന്റെ കണക്ക് പറയണമായിരുന്നു എനിക്ക് നിന്നെ കൊണ്ട്. ഈ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ഒരു പടക്കുതിരയെ പോലെ കുതിച്ചു പാഞ്ഞ നിന്നെ താലിച്ചിറടുന്ന കടിഞ്ഞാണിൽ കുടുക്കി ഇവിടെ പിടിച്ച് കെട്ടണമായിരുന്നു. പിന്നാലെ വന്ന എന്നെ പുറംകാലുകൊണ്ട് തട്ടിയെറിഞ്ഞ നീ വിനീത വിധേയായി സർവം സമർപ്പിക്കാൻ നിയുക്തയായി നിൽക്കുമ്പോ നിന്റെ മുഖത്ത് നോക്കി എനിക്കിത് പറയണമായിരുന്നു. നിന്നെ എനിക്ക് വേണ്ട. ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷന് പറയാൻ കഴിയുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളാണിതെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി. പക്ഷേ ഇപ്പോ ഈ നിമിഷം നിന്റെ കണ്ണുകളിൽ അറിയാതെയാണെങ്കിലും പൊടിഞ്ഞ ഒരു തുള്ളി കണ്ണുനീര് മതി സുസ്മിതേ എന്റെ അച്ഛന്റെ ആത്മാവ് എനിക്ക് മാപ്പ് നൽകാൻ. നിന്നെ പ്രേമിച്ചതിന്റെ പിഴ നിന്റെ കഴുത്തിൽ താലി കെട്ടി ഞാൻ ഒടുക്കി സുസ്മിതേ. എന്നെ സംബന്ധിച്ച് നിനക്കുള്ള ശിക്ഷയും പൂർത്തിയായി. ഒരു യക്ഷയോ ദുർമന്ത്രവാദിനിയോ കല്യാണം കഴിക്കുന്നതിന് തുല്യമാ നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതെന്ന് നിന്നോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള നീയുമായി ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ കൊതിച്ചിരിക്കുകയാണ് ഞാനെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. താലി കെട്ടുന്നതും ഭാര്യയാവുന്നതും രണ്ടും രണ്ടാശിശുല്ലേ. ഒരു പുരുഷന്റെ മുന്നിൽ താലിക്ക് വേണ്ടി തല കുനിച്ചു കൊടുക്കാൻ ഏത് സ്ത്രീക്ക് സാധിക്കും? പക്ഷേ ഒരു ഭാര്യയാകാൻ സമർപ്പണവും സ്നേഹവും ത്യാഗവും എല്ലാം ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യ സ്ത്രീയായി നീ മാറി കഴിയുമ്പോൾ നമുക്ക് ആലോചിക്കാം ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. രോഹിത്തിന്റെ താലിയും കഴുത്തിലിട്ടോണ്ട് നടക്കാമല്ലാതെ ഭാര്യയാകാനുള്ള യോഗ്യത നിനക്കില്ല എന്നർത്ഥം. എടന്നോ ഇവിടെയല്ല, ദാ അവിടെ. മാറിക്കിടക്കുക എന്നുള്ളത് നിന്റെ തീരുമാനം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.